എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്തിനാ എന്നോടൊരു ഒളിച്ചു കളി? ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? നിനക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ ആ ബോഡി എന്താ ചെയ്തത്? നിങ്ങൾ ഇനി എന്നോടിത് പറഞ്ഞിട്ടില്ല. ശാരദേ, നീ എന്തിനാ എപ്പോഴും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? ഓർക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് വീണ്ടും ചോദിച്ച് എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അവൻ നാടിനും വീടിനും കൊള്ളാത്തവനാ. അവന്റെ ശല്യം കൊണ്ട് പലർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. എത്രയോ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ഓർക്കാനും ഉള്ളപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളുടെ പിന്നാലെ പോയാൽ അതിൽ നിന്ന് സങ്കടമല്ലാതെ മറ്റൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നീ ചിന്തിക്ക്. സ്വയം അപകടത്തിൽ ചെന്ന് ചാടാൻ നിൽക്കാതെ അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഞാൻ വന്നതേ ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ. പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അറിയുമായിരിക്കും. നസീർ. എന്റെ സുഹൃത്ത് അബൂബക്കറിന്റെ മകനാണ്. അവന്റെ പേര് കേട്ടപ്പോ നിങ്ങളിലുണ്ടായ ഭാവവ്യത്യാസങ്ങളിൽ നിന്നും അവനെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി.